നമസ്കാരം. സിറ്റി കളക്ഷൻസിൻ്റെ ബ്യൂട്ടി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് പുതിയ ഹെയർ കട്ടുകളുമായിട്ട് ഞങ്ങൾ വരുന്നു. ഒത്തിരി ഹെയർ കട്ട് ആർട്ടിസ്റ്റുകളുണ്ട് സമൂഹത്തിൽ. കേരളത്തിൽ തന്നെ ബ്യൂട്ടി മേഖലയിൽ ഒരുപാട് പേര് അറിയാൻ കിടക്കുന്നു. ഒത്തിരി ഹരീഷൻ സാറൊക്കെ തോന്നുന്നു, എനിക്ക് തോന്നുന്നു 10,000 സ്റ്റേജുകളിൽ കൂടുതൽ ഈ ഡെമോൺസ്ട്രേഷൻ നടത്തി. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒത്തിരി ആളുകൾ ഈ മേഖലയിൽ വളർന്നു വരാനുണ്ട്. അത്തരത്തിലുള്ളവരൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ആ ലക്ഷ്യം കൂടി കൊണ്ടാണ് ഇത്തരം ട്രെയിനേഴ്സ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് ഹരീഷൻ സാറിൻ്റെ നമ്പറിലേക്ക് വിളിക്കാം. ഒത്തിരി പുതിയ ഹെയർ കട്ടുകളുമായിട്ട് നിങ്ങളെ പഠിപ്പിക്കാം. നമ്പർ സാറ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തരും. ഹെയർ കട്ടിനിടയിൽ സിറ്റി കളക്ഷൻ ഇത്തരത്തിൽ ചെയ്യുന്നത് തീരെ താഴെ കിടക്കുന്ന ഒരുപാട് പൈസയൊന്നും മുടക്കി പഠിക്കാൻ കഴിയാത്ത ആളുകൾക്ക് അവർക്ക് ഒരു സിമ്പിളായിട്ടുള്ളൊരു വീട്ടിൽ ഹെയർ കട്ടും ഈ കൊറോണ സാഹചര്യത്തിലൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ പ്രോഗ്രാമുകളാണ്. ഒത്തിരി ആളുകൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഞങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം, ഏതൊക്കെ പുതിയ വർക്കുകളാണ് ആവശ്യം, ആ വർക്കുകളൊക്കെ ആയിട്ട് ഞങ്ങൾ സിറ്റി കളക്ഷൻസ് കൊച്ചി യൂട്യൂബിലുണ്ടാവും. എൻ്റെ നമ്പർ 9605351230. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരുപാട് പുതിയ വർക്കുകൾ. നിങ്ങൾക്ക് ഇതൊരു പ്രൊഫഷണൽ കോഴ്സായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഹരീഷൻ ഹെയർ അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, തിരുവനന്തപുരത്താണ്. അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് 10 പേര് 20 പേരൊക്കെ കൂടി നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ 3-4 ദിവസത്തെ കോഴ്സുണ്ട്. അത് നിങ്ങളെ കേരളത്തിൽ എവിടെയാണെങ്കിലും സാറ് വരും. സാറ് വന്ന് ചെറിയ വർക്ക്ഷോപ്പുകൾ നിങ്ങളെ പഠിപ്പിക്കാനായിട്ടിരിക്കും. സാറിൻ്റെ നമ്പർ നിങ്ങളെ തരും. ഒത്തിരി പുതിയ വർക്ക്ഷോപ്പുകളിൽ പുതിയ ടെക്നിക്കുകളുണ്ട്. കാരണം ഇവിടെ ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് ഒരു പരിധിയുണ്ട് പുതിയ ടെക്നിക്കുകൾ കൊടുക്കുന്നതിന്. അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ സാറിൻ്റെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ നിങ്ങൾക്ക് ഗുണമായിരിക്കും. തീർച്ചയായിട്ടും 5-10 പേര് കൂടിയിട്ട് നിങ്ങളിത് ചെയ്യുക. സിറ്റി കളക്ഷൻ ഇനിയും ഒരുപാട് പുതിയ പരിപാടികളുമായിട്ടുണ്ടാവും. കാരണം എനിക്ക് ക്രിസ്മസ് സമയമാകുമ്പോഴേക്കും ഏകദേശം 10ഓളം മുസ്ലിം ബ്രൈഡ്സ് വരുന്നുണ്ട്, 10ഓളം ക്രിസ്ത്യൻ ബ്രൈഡ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലുള്ള പല ഹെയർ കട്ട് ബ്യൂട്ടി രംഗത്തെ ഒരുപാട് ട്രെയിനേഴ്സ് നിങ്ങളുമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇന്നത്തെ ഹെയർ കട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഇവരൊരു സ്റ്റൈൽ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ഫേസിനിണങ്ങിയ സ്റ്റൈൽ കണ്ടെത്തിക്കൊണ്ട് ഹരീഷൻ സാർ ഈ ഒരു ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരുപാട് പുതിയ അറിവുകളുമായിട്ട് സിറ്റി കളക്ഷൻസ് കൊച്ചി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ്. ബൈ ആൻഡ് ലെറ്റ്. എന്തായാലും സിറ്റി കളക്ഷൻ നമ്മുടെ കൊറോണയൊക്കെ ബാധിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മുടെ വിരൽത്തുമ്പിൽ സിറ്റി കളക്ഷൻ എത്താൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഇതിനകത്ത് സത്യമായിട്ടുള്ള കാര്യം. കാരണം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നത് പാർലർ തുറക്കാൻ പറ്റുന്നില്ല. പല മേഖലയിലും നമുക്ക് അജ്ഞതകളുണ്ട്. ഈ അജ്ഞതകൾ എങ്ങനെ ദൂരീകരിക്കാം എന്ന ചിന്തയിലിരിക്കുന്ന സമയത്താണ് സിറ്റി കളക്ഷൻ നിങ്ങളുടെ വിരൽത്തുമ്പിൽ നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നത്. ഓരോ കാര്യങ്ങളെപ്പറ്റിയും അല്ലെങ്കിൽ നമുക്ക് മേക്കപ്പിൻ്റെയും ഹെയർ സ്റ്റൈലിൻ്റെയും ഹെയർ കട്ടിങ്ങിൻ്റെയും സ്കിന്നിൻ്റെയും ട്രീറ്റ്മെൻറ്റിൻ്റെയും അങ്ങനെ വേണ്ട നിരവധി ക്ലാസ്സുകൾ ഇതിനോടകം തന്നെ ഫേസ്ബുക്ക് ചാനലിനകത്തൂടെ സിറ്റി കളക്ഷൻ്റെ വന്നു കഴിഞ്ഞു. നിങ്ങളത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേ ഞാൻ ഒരിക്കൽ കൂടി സിറ്റി കളക്ഷൻ ചാനലിനോട് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും നിങ്ങളുടെ അടുത്ത് എത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഹെയർ കട്ടിങ്ങിൻ്റെ ഇത് തുടങ്ങാൻ പോവാണ്. ഫേസിന് ചേരുന്ന ഒരു ഹെയർ കട്ട് നേരത്തെ വെട്ടി ഫ്രണ്ട് വശമൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. എന്നാലും നമ്മുടെ എല്ലാം മനസ്സിൽ ആഗ്രഹം ഉണ്ടാകുമ്പോൾ എന്നും സുന്ദരിയായിരിക്കണം, എന്നും സുന്ദരമായിരിക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുപോലൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും സുന്ദരിയാക്കാം അതിനുള്ള ശ്രമം നടത്തുകയാണ്. ഈ ബ്യൂട്ടി മേഖലയിൽ ഏറ്റവും ഞാൻ പാർലറിൽ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറയുന്നത്, കസ്റ്റമേഴ്സിന് സംസാരിക്കാൻ അറിയുന്നില്ല. സംസാരിക്കാൻ വീട്ടിലത്തെ കഥയും നാട്ടിലത്തെ കഥയൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ റെഡിയാണ്. പക്ഷേ ഒരു സ്കിന്നിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഹെയറിനെ കുറിച്ചോ അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ ഓരോരോ സംഭവങ്ങളെക്കുറിച്ച് പറയാൻ അറിയുന്നില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒരു കസ്റ്റമറുമായിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, എന്തൊക്കെയാണ് നിങ്ങളുടെ വിഷയം, ഈ ഇത്തരത്തിലൊരു ബുക്കിലൂടെ നിങ്ങൾക്ക് അതിനകത്ത് ഇതാക്കാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ ഹരീഷൻസിൻ്റെ ബ്യൂട്ടി ഗൈഡ് ലൈൻ എന്നൊരു ബുക്കുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കുക. നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ, കസ്റ്റമറുമായിട്ട് സംസാരിക്കേണ്ട അതിൻ്റേതായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡുകൾ നിങ്ങൾ തന്നെ ഒരു കയറി വരുന്ന കസ്റ്റമർക്ക് അറിയാൻ കഴിയും ഇത് ഒത്തിരി പഠിച്ച ആളാണോ എന്നുള്ളത്. തീർച്ചയായും ഇത്തരം ഒരു ബുക്കുകളൊക്കെ പഠിച്ചുകൊണ്ട് നിങ്ങൾ ഈ ബ്യൂട്ടി മേഖലയിൽ ഒരു പുതിയ സംവിധാനത്തിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ക്ലാസ്സുകൾ തുടങ്ങാൻ ക്ഷണിക്കുകയാണ്. ഇനി നമുക്ക് തുടങ്ങാം. ഹെയർ കട്ട് ഇപ്പം ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ കട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ഹെയർ കട്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെയർ കട്ടുകൾ പലപ്പോഴും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക് നോളജുകളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ആ അറിവിനെ ഒന്നും കൂടെ പോളിഷ് ചെയ്ത് ഒരു സ്റ്റൈലിലേക്ക് മാറ്റുന്ന രീതിയിലാണ് ഞാൻ ഹെയർ കട്ട് കാണിക്കുന്നത്. ഇതിനൊക്കെ എല്ലാത്തിനും ആംഗിൾ കണക്കുകളും ഓരോ ഇതൊക്കെയാണ്. നമുക്ക് അതല്ല, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യു കട്ടിനെ തന്നെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് അതിനകത്ത് വളരെ ഈസി ആയിട്ടൊരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ കസ്റ്റമർ ആഗ്രഹിക്കുന്ന ആ ഹെയർ കട്ടിങ്ങിലേക്ക് പോവുക.
അതിനുള്ള എളുപ്പ വഴി എന്താണെന്നാണ് ഞാൻ എൻ്റെ ഓരോ ഹെയർ കട്ടിലും നിങ്ങളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും വളരെ പ്രയാസമില്ല. നമ്മളൊരു യു ഷേപ്പ് ചെയ്യുക. യു ഷേപ്പ് ചെയ്തതിന് ശേഷം ഇയർ ടു ഇയർ പോർഷൻ എടുത്തതിന് ശേഷം ഇപ്പോൾ ഈ വെട്ടിയിട്ടേക്കുന്ന മുടിയായിട്ട് മാച്ച് ചെയ്യിക്കുന്ന രീതിയിൽ ടാപ്പർ ചെയ്ത് വെട്ടിക്കഴിഞ്ഞാൽ ബാക്കിലൊരു ചെറിയ ലെയറോട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആവശ്യം. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ മുടി ആ ഫേസിന് സ്യൂട്ടായിട്ട് വരും. ഓക്കെ, തുടങ്ങാം നമുക്ക്. നമുക്ക് ആദ്യം ഒരു യു ഷേപ്പ് ആക്കാം. നമുക്കിതിനെ യു ഷേപ്പ് ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് വശമായിട്ട് മാച്ച് ചെയ്ത് നമുക്ക് ഹെയർ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് നീളം കുറയ്ക്കാമല്ലേ? സ്ട്രൈറ്റനിങ് എല്ലാം ചെയ്തായിരുന്നു ഫ്രണ്ട് വശമൊക്കെ? നാച്ചുറൽ മുടി ഇത് തന്നെയല്ലേ? താഴെ വരെ ഉണ്ടായിരുന്നു, കട്ട് ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ യു ഷേപ്പ് ആക്കി ഈസിക്കായിട്ടുള്ളൊരു നല്ല യു ഷേപ്പ് കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത് ലെയർ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ ഇയർ ടു ഇയർ പോർഷൻ എടുക്കാം. ഇയറിൻ്റെ തൊട്ട് ബാക്കിൽ, ഫ്രണ്ടിൽ എടുക്കരുത്, ഇയറിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ലെയർ എടുക്കുക. ഈ സൈഡിലും അതേപോലെ തന്നെ ഇയറിൻ്റെ ബാക്കിലായിട്ട് എടുക്കുക. ഇത് ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു യു ഷേപ്പ് ചെയ്തു. യു ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലെങ്ത് ഇതുമായിട്ട് മാച്ച് ചെയ്യത്തക്ക രീതിയിൽ ചെയ്തു. ഇനി ഫ്രണ്ട് വശത്തെ മുടി നമ്മളിതിനെ മാച്ച് ചെയ്തിട്ട് ലെയറിലേക്ക് വെർട്ടിക്കൽ ലെയറിംഗ് ആയിട്ട് കൊണ്ടുപോയി നമുക്ക് റൈസർ എഫക്റ്റിലേക്ക് കൊണ്ടുപോകണത്. ഇപ്പോൾ വെട്ടിയിട്ടേക്കുന്ന മുടി അതിന് ചേരുന്ന രീതിയിൽ. രണ്ട് സൈഡ് മൂക്കിന് നേരെ കൊണ്ടുവന്ന് കട്ട് ചെയ്യുക. ഈ മുടിയെ മാത്രം നേരെ മുകളിലോട്ട് എടുത്ത് കട്ട് ചെയ്യുക.
ഇത് മോള് വശം വെട്ടിയത് നിങ്ങൾ ചിലപ്പോൾ കാണുമായിരിക്കും, എന്താ കാണിച്ചതായിരിക്കും, വേളി കാണിച്ചല്ല. ഇവിടെ നേരത്തെ വെട്ടിയിട്ടേക്കുന്ന മുടിയെ ഈ സൈഡിലെ മുടിയായിട്ട് മാച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്തതിന് ശേഷം റിവേഴ്സ് ഗ്രാജുവേഷൻ ചെയ്ത് ഇതിനോട് ചേർത്ത് വിട്ട് ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് കോമ്പ് ചെയ്യുക, കൈ ഇങ്ങനെ പിടിക്കുക, തിരിച്ച് ഇങ്ങനെ സൈഡിലോട്ട് ചിരിച്ച് വിട്ടിടും. അപ്പോൾ നമ്മളിങ്ങനെ കോമ്പ് ചെയ്തിട്ട് ചെയ്യുമ്പം ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ലെയറായിട്ട് കിടക്കും. അതിന് വേണ്ടിയാണ് റിവേഴ്സ് ഗ്രാജുവേഷൻ ചെയ്ത് ആ സൈഡ് അങ്ങ് വിട്ട്. അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തേക്ക്, ഇതുമായിട്ട് മാച്ച് ചെയ്യത്തില്ല. ഇതുമായിട്ട് മാച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഹെയർ കട്ട് ഭംഗിയുണ്ടാവുള്ളൂ, രണ്ട് സെപ്പറേറ്റ് നിൽക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനെ ബാക്കിലുള്ള മുടിയെ ചെറിയൊരു ലെയർ കൊടുക്കുക. ഒത്തിരി ഹെവി ലെയറൊന്നും വേണ്ട, ചെറിയൊരു ലെയർ കൊടുക്കുക. ആ ലെയർ എടുക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയൊരു ബുഷീനെസ് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ നിന്ന് ഉച്ചിയിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് ഒരു 2 ഇഞ്ച് താഴെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. ഇത് 2 സെക്ഷൻ നേരെ മുകളിൽ കൊണ്ട് കട്ട് ചെയ്താൽ മതി. ആ ഗൈഡ് ലൈനിൽ വെച്ചുകൊണ്ട് ഈ 2 സെക്ഷനും സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തേക്കുക. എന്താ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തു. ഈ സൈഡിലും അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തേക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിയ ഇങ്ങനെ മുകളിൽ തന്നെ വെച്ച് വെട്ടണമെന്നില്ല, നിങ്ങൾ എടുത്ത് ടൈറ്റായി പിടിച്ചിട്ട് നേരെ താത്ത് വെച്ചിട്ട് ഇങ്ങനെ വെട്ടിയാലും മതി. ഓക്കെ, ഇനി നമ്മൾ ഇത് മൊത്തം മുടി ഒന്ന് കോമ്പ് ചെയ്യും ഇങ്ങനെ ഇതെല്ലാം മുടി. ചിലപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ സെക്ഷൻ എടുത്ത മുടിയിൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ എടുക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ ചിലപ്പോൾ വരാം. അങ്ങനെ വരികയാണ് ഏതെങ്കിലും മുടി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് മൊത്തം മുടി നമ്മളിങ്ങനെ മുകളിലോട്ടൊന്ന് കോമ്പ് ചെയ്യുക. അപ്പം ആ ഫ്രണ്ടിൽ നമ്മൾ വെർട്ടിക്കൽ ലെയറിംഗ് ആയിട്ട് ചെയ്ത റൈസർ കട്ട് പോലെ ചെയ്ത മുടിയിലും ഇതും കൂടെ ഒന്ന് മാച്ചായിട്ട് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നേരെ മുകളിലോട്ട് കോമ്പ് ചെയ്ത് കൊണ്ടുവരിക. വരുമ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ മുകളിൽ വരെ കൊണ്ടുപോയില്ല, എന്നാൽ പറഞ്ഞ് വെട്ടിയേക്കാമെന്ന് വിചാരിച്ച് വെട്ടണ്ട. നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം വെട്ടുക. ഇപ്പോൾ നമ്മൾ ഹെയർ കട്ട് കഴിഞ്ഞു. ഇതിനകത്ത് നമ്മൾ ചെയ്ത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു യു ഷേപ്പ് ചെയ്തു, അതിനുശേഷം ഇയർ ടു ഇയർ പോർഷൻ രണ്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. ഈ സെക്ഷൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു, ഇതിനെ ക്ലിപ്പ് ചെയ്ത് വെച്ചു. ഇത് നേരെ 2 സൈഡ് മൂക്കിന് നേരെ കൊണ്ടുവന്ന് ചെരിച്ച് കട്ട് ചെയ്തു. അതായത് ഈ സൈഡിൽ നിന്നുള്ള മുടി ഇങ്ങനെ പിടിച്ച് ചെരിച്ച് കട്ട് ചെയ്തു, ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തു. അതിനുശേഷം ഈ മുടിയെ നേരെ പിടിച്ച് ഇങ്ങനെ പൊക്കി വെച്ചൊന്ന് കട്ട് ചെയ്തു. അതിനുശേഷം ഇതിങ്ങനെ കട്ട് ചെയ്തു. 2 സൈഡ് അതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഉച്ചി ഭാഗത്തു നിന്ന് കുറച്ച് മുടിയുടെ നേരെ മുകളിൽ കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തു. അത് 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെക്ഷൻ നേരെ മുകളിൽ കൊണ്ടുവന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തു. ആ കേളിത്തേരി വെച്ചുകൊണ്ട് ഇപ്പുറം സൈഡും ഈ ബാലൻസ് ഇടുന്ന ഫ്രണ്ടിലോട്ട് എടുത്തതിൻ്റെ ബാലൻസ് ഇടുന്ന മുടിയെ ഇതുപോലെ നേരെ മുകളിൽ കൊണ്ടുവന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തു. അതിനുശേഷം ഫുൾ മുടിയെ നമ്മൾ ബാക്ക് ഫുള്ളായിട്ട് കോമ്പ് ചെയ്ത് ഫുൾ മുടി നേരെ മുകളിൽ കൊണ്ടതിന് ശേഷം എല്ലാം കൂടി ചേർത്ത് വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മുടി അടിയിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ വരാൻ വേണ്ടി മാത്രം ചെയ്ത് എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. എപ്പോഴും നിങ്ങൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഒന്ന് മിക്കവാറും ഒരു 80% ആൾക്കാരുടെ മുടിയിൽ ഭയങ്കര ഫ്രിസിനെസ് ആണ്. ഈ ഫ്രിസിനെസ് ഉള്ളതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം ഹെയർ കട്ടിങ് ചെയ്ത് വിടുമ്പോഴത്തേനും അവർ യു ഷേപ്പ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവരോട് തീർച്ചയായിട്ടും നിങ്ങൾ റിപ്പയറിങ് ഷാമ്പു റെക്കമെൻഡ് ചെയ്യണം. അതുപോലെ ഹെയർ സിറം അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ മുടി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ടവൽ ഡ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1-2 തുള്ളി സിറം നിങ്ങൾ കയ്യിൽ തേച്ചതിന് ശേഷം മൊത്തം മുടിയിൽ ഇങ്ങനെ തേച്ച് നന്നായി ഷിഫ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഉണക്കിയെടുക്കുമ്പോഴത്തേനും അത് ഓരോ മുടിയിലേക്കും പോകും. സിറം എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു കോട്ടിങ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സിൽക്കിനെസ് കിട്ടുക. അപ്പോൾ നമ്മൾ അതിനുശേഷം ഇതുപോലെ മുടിയിൽ നമ്മൾ ബ്രഷ് എന്തെങ്കിലും ഉപയോഗിക്കുമ്പം ഇങ്ങനെ മുടി കയറി പിടിച്ചിട്ട് പൊട്ടത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസം നിങ്ങൾ ആലോചിക്കുക, 50 മുടി വെച്ച് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ വലിച്ച് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു മാസമാകുമ്പോൾ 1500 മുടിയായി, 10 മാസമാകുമ്പോൾ 15000 മുടിയായി, അപ്പോൾ ഒരു വർഷം ആകുമ്പോഴത്തേനും 18000 മുടിയായി. അപ്പോൾ ഇത്രയും മുടി പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് 10 വർഷം കഴിയുമ്പോഴത്തേനും നമ്മൾ പറയും പണ്ട് എനിക്ക് ഇത്ര നീളത്തിൽ മുടി ഉണ്ടായിരുന്നത് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാം. അത് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ സിറോ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് നിങ്ങളുടെ മുടി നല്ല റിപ്പയർ ചെയ്തിരിക്കുകയാണെങ്കിൽ പണ്ടത്തെ മുടി ഇപ്പോഴത്തെ എൻ്റെ മുടി ഒരുപോലെ തന്നെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. മുടി റിപ്പയർ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ക്ലയൻസിൻ്റെ അടുത്തും നമ്മൾ മുടി ഉണ്ടെങ്കിൽ മാത്രമേ അവർ ബാക്കി ഈ ഹെയർ കട്ട് ചെയ്യാനും ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ ഉള്ളൂ. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇതൊന്നും ചെയ്തില്ല. അപ്പോൾ നമ്മുടെ വരുമാനം കുറയുകയും ചെയ്യും. അത് കാരണം നിങ്ങൾ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടീഷ്യൻസ് ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബുക്ക് വാങ്ങിക്കാം. ആ ബുക്കിനകത്ത് അതുപോലെ നമ്മൾ ബാക്ടീരിയോളജി എങ്ങനെ ഒരു പാർലറിനകത്ത് നമ്മൾ ഒരു പാർലർ എങ്ങനെയാണ് അത് നോക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് എന്തെല്ലാം ഹോസ്പിറ്റാലിറ്റീസ് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ഇതിനകത്ത് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്ട്രെസ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ബ്യൂട്ടി പാർലറിലെ എക്യുപ്മെൻറ്റ്സും മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. അതുപോലെ ബേസിക് സ്കിന്നിനെ പറ്റി, ബേസിക് ലെയേഴ്സ് ഓഫ് സ്കിന്നിനെ പറ്റി, അല്ല ഫേഷ്യൽ ബോൺസിനെ പറ്റി, നമുക്കുണ്ടാകുന്ന ഓരോ കോശങ്ങളുടെ ഘടനയെ പറ്റി, ലിംഫാറ്റിക് സിസ്റ്റത്തെ പറ്റി, മൊത്തത്തിൽ
മൊത്തത്തിലുള്ള നമ്മുടെ ഓരോരോ സിസ്റ്റങ്ങളെ പറ്റിയും ആ സിസ്റ്റങ്ങൾ വഴി നമ്മുടെ ശരീരത്തിലുണ്ടെന്ന മാറ്റങ്ങളും അത് സൗന്ദര്യത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യത്തെപ്പറ്റിയും മേക്കപ്പിനെ പറ്റിയും ഹെയർ സ്റ്റൈലിങ്ങിനെ പറ്റിയും മെഹന്തി ഡിസൈനിങ്ങിനെ പറ്റിയും പാർലർ മാനേജ്മെൻറ്റിനെ പറ്റിയും അതേപോലെ തന്നെ ഒരു പാർലർ എടുക്കുന്ന സമയത്ത് ലാൻഡ് ഓണർ പാലിക്കേണ്ട കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ആക്റ്റുകളെ പറ്റിയും ഒരു പാർലർ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കണം അതിൻ്റെ പ്രാഥമിക ലിസ്റ്റ് വരെ ഞാൻ ഈ ബുക്കിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഞാൻ തരാം 9446967165 അല്ലെങ്കിൽ സിറ്റി കളക്ഷനായിട്ട് ബന്ധപ്പെടുക. സിറ്റി കളക്ഷനിൽ നിന്ന് ബുക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വിളിച്ച് പറഞ്ഞ് കൊറിയറായിട്ട് ബുക്ക് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. കളർ മറ്റേ സ്ട്രെക്സിൻ്റെ പുതിയ കളറില്ലേ, അതിന് നല്ലൊരു കളർ കൊടുത്തു കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഹെയർ കട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ ആളെ ഇപ്പോഴത്തെ ആളെ കൂടെ വ്യത്യാസം നോക്കുക. ഫ്രണ്ട് വശം നമ്മൾ അതിനെ മാച്ച് ചെയ്തിട്ട് സൈഡിലോട്ട് ലെയറാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നാളെ ആകുമ്പോഴത്തേനും അത് ലെയറാകും. ഫ്രണ്ട് വശം റേസറായിട്ടിരിക്കുകയും ചെയ്യും. നന്നായിരുന്നു. എനിക്ക് ഇപ്പോൾ സാർ ചെയ്ത ഹെയർ കട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. എൻ്റെ ഫേസിന് ചേരുന്ന പോലെ തന്നെ സാർ നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. സാറ് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഇത് ചെയ്തത്. എനിക്കിപ്പോൾ നന്നായിട്ട് ഇഷ്ടമായി. താങ്ക്സ് ടു ഹരികൃഷ്ണ സാർ, താങ്ക്സ് ടു അനിൽ സാർ.